കുറച്ചു കാലമായിട്ട് യു കെയിൽ സ്മോൾ ബോട്ടുകൾ വഴി ഒരുപാട് പേരാണ് എത്തിച്ചേരുന്നത് കേട്ടോ. ഇവരെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് വിളിക്കുന്നത്. പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ യു കെയിലോട്ട് ബോട്ടിലെത്തുന്നത്. ഈ ബോട്ടിലെത്തുന്ന ആൾക്കാർ, ഇല്ലീഗലായിട്ട് എത്തുന്ന ആൾക്കാർ കാരണമാണ് യു കെയിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, സഹകരിക്കുന്ന രീതിയാണ് ഇത്രയും കാലമായിട്ട് യു കെക്ക് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യു കെ പൗരന്മാരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആവർത്തിക്കുന്നില്ല. എങ്കിൽ കൂടി ചെറിയ ഇത് സൂചിപ്പിച്ചു പോകാം. കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം പണം കൊടുക്കുന്ന യു കെയിലെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ്. ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് പലപ്പോഴും യു കെയിലുള്ളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കേസ്റ്റാമ പറഞ്ഞിരിക്കുകയാണ്, എന്തുതന്നെയാണെങ്കിൽ കൂടി ഇവർ യു കെയിൽ ഇങ്ങനെ ബോട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ വരാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്താണ്, ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും സെറ്റിലായി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ സ്ഥിര താമസമുള്ള അനുമതി, ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കുന്നുള്ളതാണ്. അതായത് യു കെയിൽ മുൻപത്തെ കാലങ്ങളിലൊക്കെ ഇതേപോലെ ബോട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 5 വർഷം തികച്ചു കഴിഞ്ഞാൽ അവർക്ക് അയാളെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഈസി ആയിട്ട് അയാളെ ലഭിക്കില്ല എന്നുള്ളതാണ്. ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും അയാളെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലിരിക്കുകയാണ് ഗവൺമെൻറ്. ശക്തമായ രീതിയിൽ തന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് യു കെയിലോട്ട് യാതൊരു രീതിയിലും ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കില്ല എന്ന കാര്യം ഈ 40 അംഗങ്ങളടങ്ങിയ രാജ്യങ്ങളടങ്ങിയ ഒരു മീറ്റിംഗിൽ വെച്ച് തന്നെ വെസ്റ്റ്മിനിസ്റ്ററിൽ കേരള പ്രഖ്യാപിച്ചത്.